നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എത്രത്തോളം വലിയ സംഘർഷത്തിലായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സംഘർഷം ഏത് തലത്തിൽ വരെ എത്തി, അത് തെരുവ് യുദ്ധത്തിലേക്ക് വരെ എത്തി എന്നതും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ പോലെ ഗവർണർ തെരുവിൽ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് ആർലേക്കറുടെ രീതി. ആർലേക്കറുടെ RSSൻ്റെതായ സംവിധാന രീതി, RSS നേതാവ് എന്ന നിലയ്ക്കുള്ള വളരെ നിശബ്ദമായി നടപ്പാക്കാനുള്ള കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് ഇവിടെ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി എത്തിയിരുന്നു. ഈ രാജ്ഭവനിലെത്തി അദ്ദേഹം പ്രസംഗം നടത്തുകയാണ്. മുൻ പ്രധാനമന്ത്രിമാരെ അപമാനിച്ചുകൊണ്ട് മൻമോഹൻ സിംഗിനെയും VP സിംഗിനെയും അപമാനിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയാണ്. ആ ഘട്ടത്തിൽ CPM പ്രതികരിക്കാൻ ഒരുപാട് വൈകിയിരുന്നു. അന്ന് പ്രതിപക്ഷം പ്രതികരിച്ചു, CPI പ്രതികരിച്ചു. CPM വളരെ പതുക്കെയാണ് പ്രതികരിച്ചത്. ഒരുപക്ഷെ ആദ്യമുള്ള ഗവർണറുമായുള്ള യുദ്ധം അത് സംസ്ഥാനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ഔദാര്യമാണല്ലോ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഔദാര്യം. ആ ഔദാര്യങ്ങളുടെ ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ വഴിപ്പെട്ടു പോവുക അല്ലെങ്കിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകാതിരിക്കുക എന്ന പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് CPM പോകുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അതിൽ അല്ല മാഡം, ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരേ സമയം RSSനും പിണറായിക്കും സംസാരിക്കേണ്ട.